Send me back. Please send me back. I'll pray this time. I'll dump that girl this time. I won't play around with the girls no more. No more cigarettes. No more weed. No more watching things online. No more talking to the guys. No more music. No more disrespecting my parents. I will pray. Allah, please send me back. Tell these angels, hold me down for a second. Send me back. Just 2 minutes. Send me back. Oh, let me die with my head on the ground in sajda. Let me die. No. Not be able to return. They will scream, Rabbi irji'uni. Send me back, my master, please. My master, send me back. Rabbi irji'uni. Please send me back. പെട്ടെന്ന് മരണപ്പെട്ടു പോയാലുള്ള അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അതായത് നാം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആ സമയം നാം ചെയ്ത അമലുകളെല്ലാം നമുക്കൊന്നുമില്ല. കാരണം ആ മരണപ്പെട്ട സമയം അല്ലെങ്കിൽ അതിന് ശേഷമായിരിക്കും നാം അള്ളാഹുവിനോട് ഇങ്ങനെ യാചിക്കുന്നത്. അള്ളാഹു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു, എനിക്ക് പറ്റുന്ന എല്ലാ രീതിയിലുള്ള എല്ലാ അമലുകളും ഞാൻ ചെയ്യുമായിരുന്നു. ഒരു സെക്കൻഡെങ്കിലും എനിക്ക് തരുമോ എന്നാണ് ആ വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ കെഞ്ചി ചോദിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയാണ് അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ച് നോക്കണം. മരിച്ചു പോയാൽ അവസാനം ആ ഒരു രംഗം എങ്ങനെ ഉണ്ടായിരിക്കും? നല്ലതും അമലുമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ല. പക്ഷേ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കലിനെ തേടിക്കൊണ്ട് മനസ്സൊന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നും പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതായത് നമ്മുടെ തൊണ്ടക്കുയിൽ റൂഹ് എത്തിയാൽ തന്നെ അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, ഞാൻ എന്ത് ഇബാദത്ത് ചെയ്തു, ഞാൻ എന്ത് അമല് ചെയ്തു, അള്ളാഹുവിൻ്റെ അടുക്കലിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്താണുള്ളത്? അതാണ് നാം ചിന്തിക്കുന്നത്. ആ ഒരു അവസ്ഥയിലായിരിക്കും. ഇപ്പം നമുക്ക് ഒരു പേടിയുമില്ല, ഒന്നുമില്ല.